എടാ അഖിലേ വാടാ. ഉണ്ണി, എടാ ഉണ്ണി വാടാ, വെളിയില് വാടാ. ആന്റി ആന്റി ആരാ? ഉണ്ണി അഖിലും. ഇവിടെ ആരും ഇല്ലല്ലോ. അയ്യോ, അവരിപ്പോഴിവിടെ ഉണ്ടായിരുന്നോ? അവരിവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ സംസാരം ഞാൻ കേക്കില്ലായിരുന്നോ? അപ്പോ നിനക്ക് എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലേ? ആന്റി എന്തെങ്കിലും കേട്ടോ? എനിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്. ശബ്ദം കേൾക്കാം, ആളെ കാണുന്നില്ല. ആളെ കാണാൻ പറ്റും, ശബ്ദം കേൾക്കുന്നില്ല. അയ്യോ, എനിക്ക് എന്താ പറ്റിയത് പറ മോളെ. അയ്യോ, ആന്റിക്ക് മെന്റൽ ആയെന്നാ തോന്നുന്നേ. മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ? എനിക്ക് ഭ്രാന്ത് പിടിച്ചു. അയ്യോ ദൈവമേ, രണ്ടാമതൊരു കല്യാണം കഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോ ഇതിനിടയിൽ എനിക്ക് ഭ്രാന്ത് വന്നു. ഇനി എന്നെ ആര് കല്യാണം കഴിക്കും ദൈവമേ? അയ്യോ, ഇനി എന്നെ ആര് കല്യാണം കഴിക്കും ഈശ്വരാ? അമ്മേ അമ്മേ, നമ്മുടെ പ്ലാൻ നന്നായിട്ട് വർക്കൗട്ടായി. അമ്മ വല്ലാതെ കൺഫ്യൂസ് ആകുന്നുണ്ട്. ഇളയമ്മ ഇതുവരെ ആ ഇലൂഷനിൽ നിന്ന് പുറത്തു വന്നില്ലേ? വന്നിട്ടേ ഇല്ലമ്മേ. ഞാനും അമ്മയും വല്യമ്മയും കൂടി ചേർന്ന് അമ്മുമ്മയെ നന്നായിട്ട് കൺഫ്യൂസ് ആക്കിയെന്ന്. അമ്മുമ്മയ്ക്ക് ചെവി കേൾക്കാത്ത പോലെ, കണ്ണ് കാണാത്തത് പോലെ, ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ ഒരുപാട് ഫീൽ ചെയ്തോണ്ടിരിക്കുക അമ്മ. അമ്മുമ്മയും മുത്തശ്ശനും അപ്പൂപ്പനും കൂടി ചേർന്ന് കുറച്ചേരം മുന്നേ വഴക്ക് പറഞ്ഞു. അഖില് ചെറിയച്ഛനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു. ചെറിയച്ഛന്റെ അടുത്ത് കാര്യം പറഞ്ഞതിന് ശേഷം ഞാനും ചെറിയച്ഛനും കൂടി ഒന്നും കൂടി നന്നായിട്ട് കൺഫ്യൂസ് ആക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? എന്ന് വെച്ചാ ഇളയമ്മയ്ക്ക് നല്ല പണിഷ്മെന്റ് തന്നെ കിട്ടിയേ. ഇങ്ങനെ തന്നെ കിട്ടണോ അമ്മേ? ഇനി നന്നായിട്ട് കിട്ടണം. കാരണം അമ്മയും മുത്തശ്ശിയും തമ്മില് പിരിക്കണോന്ന് ആഗ്രഹിച്ചതല്ലേ, നിങ്ങളെ തമ്മിലടുപ്പിക്കണോന്നും വിചാരിച്ചതല്ലേ. നമ്മൾ സ്ട്രോങ് ഡോസിലെ കൊടുത്തിരിക്കുന്നേ. ഇനി നമ്മുടെ വിഷയത്തിൽ ഇളയമ്മ തലയിടാൻ പോകുന്നില്ല ഉണ്ണി. ഇനി നമ്മുടെ കാര്യത്തില് തലയിടാൻ വന്നാല് ഇതിലും സ്ട്രോങ് ഡോസ് കൊടുക്കണോ അമ്മ? അടുത്ത പ്രാവശ്യം അമ്മൂമ്മയ്ക്ക് ഉറപ്പായിട്ടും ഭ്രാന്ത് പിടിക്കണം. വരുവടാ, എങ്ങനെ വരാതിരിക്കും? എന്നെ പൊട്ടം കളിപ്പിക്കാണോ നിങ്ങള്? നിങ്ങളെ കളിപ്പില്ലാണോ ഞാൻ? എന്നെ പറ്റി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നേ? എന്നെ കണ്ട ഒരു മരമണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങള് പറഞ്ഞ എല്ലാം കേട്ട് കഴിഞ്ഞു അമ്മൂമ്മ. കേട്ടടാ, ഞാൻ എല്ലാം കേട്ടു. എടി വസു, ഒരു പാവത്തെ പോലെ നിന്നിട്ട് നീ എനിക്കിട്ട് പണിയുന്നോടി. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിച്ചാ എന്തൊക്കെ ചെയ്യാൻ പറ്റൂന്ന് അറിയോടി? ഇളയമ്മ എന്ത് ചെയ്യുന്ന? എന്താടി, നീ എന്നോട് ചാലഞ്ച് ചെയ്യാണോ? ഞാൻ ആരെന്ന് നിനക്ക് അറിയോടി? ഞാൻ സുമംഗലി, ഈ വീട്ടിലെ മകളാടി ഞാൻ. ഞാൻ ആരാണെന്നറിയോ? വസുന്ധര, ഈ വീട്ടിലെ മരുമകള്. ഈ വീട്ടിലെ മകളായ നിങ്ങൾക്കുള്ള അധികാരത്തെക്കാളും ബഹുമാനത്തെക്കാളും ഈ വീട്ടിലെ മരുമകളായ എനിക്കുള്ള അധികാരവും ബഹുമാനവും അതിനേക്കാൾ കൂടുതലാ. ഞാനെന്ന് വിചാരിച്ചാ എനിക്ക് നിങ്ങളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ പറ്റും. നീ എന്താടി പറയുന്നേ? എന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നോ? എന്താ ഇളയമ്മയ്ക്ക് എന്താ രണ്ട് കൊമ്പ് മുളച്ചിരിപ്പുണ്ടോ? അതോ ഇനി വല്ല മന്ത്രശക്തിയും ഉണ്ടോ? ഇളയമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? ഒന്ന് ആഞ്ഞടിച്ചാലേ ഇളയമ്മ താഴെ.
എടി 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 നിനക്ക് എന്താടി പറ്റിയത്? നിന്റെ ദേഹത്ത് വല്ല പിശാചു കൂടിയോ? നീ തന്നെയാണോ ഈ പറയുന്നൊക്കെ? ഞാൻ തന്നെ ഈ സംസാരിക്കുന്നെ. ഇളയമ്മ ഇപ്പൊ കാണുന്നത് എന്റെ മറ്റൊരു മുഖ. പക്കാ മാസ്. ഒരമ്മയുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടേ. മുതിർന്ന ആളെന്ന് വെച്ച് താഴ്ന്നു തന്നപ്പോ എന്റെ മേലിൽ കുറ്റം ചുമത്താൻ നോക്കുന്നോ? എന്നെ പറ്റി വേണ്ടതൊക്കെ പറയൂല്ലേ? എന്നെ നിങ്ങൾക്ക് അറിയില്ല. ദൈവത്തെ പോലുള്ള എന്റെ അമ്മയ്ക്കും എനിക്കും ഇടയിൽ നിങ്ങൾ വഴക്കുണ്ടാക്കി. ആ കൊച്ചുകുട്ടി കാർത്തികയോടും തെറ്റ് പറഞ്ഞു കൊടുത്തു. എന്റെ ഭർത്താവിനോടും എന്റെ കുറ്റം പറഞ്ഞു. അവസാനം കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കാതെ ഉണ്ണിയോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഇളയമ്മ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിച്ചോ? ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. ഇനി ഒരു തവണ കൂടി അമ്മയോടോ അച്ഛനോടോ എന്റെ ഭർത്താവിനോടോ എന്നെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഉണ്ണി ആവശ്യമില്ലാത്ത വഴക്ക് പറഞ്ഞാലോ, ഈ വീട്ടിലുള്ളവരെ തമ്മിലടുപ്പിക്കാൻ നോക്കിയാലോ, അങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകൾ ഇളയമ്മയ്ക്കുണ്ടെങ്കിൽ നഴ്സറിയിലെ മണ്ണ് വാരി ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് ജോലി ചെയ്ത് തഴമ്പ് വന്ന കയ്യ ഇത്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ മുഖത്തിന് ഷേപ്പ് ഉണ്ടാവില്ല. എന്നെ പറ്റി എന്താ വിചാരിച്ച? എന്താ നീ എന്നെ അടിക്കുന്നോ? ഞാനെന്താ കൊച്ചുകുട്ടിയാ? ചെറിയ കുട്ടികളെ പോലെ പെരുമാറിയത് കൊണ്ടാ അടിക്കുന്നു പറഞ്ഞേ. മുതിർന്നവരാ. ആ പ്രായത്തിന്റെ അനുഭവവും ബഹുമാനമൊക്കെ കുറച്ചെങ്കിലും കാണിക്കാൻ പഠിക്കും. ഈ കുടുംബത്തോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കും. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കും. കുട്ടികളില്ലാത്ത നിങ്ങൾക്ക് ഞാനൊരു മകളായിരിക്കണം. സ്വന്തം മകളെക്കാൾ നല്ല പോലെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. അതല്ല നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ ഈ വസുവിന്റെ മറ്റൊരു മുഖം നിങ്ങളിപ്പോ കാണേണ്ടി വരും. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ച് പുറത്താക്കേണ്ടി വരും. സൂക്ഷിച്ചു നടന്നോ. അബി പാടാ മോനെ. അബി കണ്ടോടാ മോനെ, നിന്റെ ഭാര്യ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് കേട്ടോടാ? എന്റെ പ്രായം പോലും നോക്കാതെ അവള് വായിൽ വരുന്നതൊക്കെ പറഞ്ഞു. നിന്റെ അച്ഛനമ്മയും പോലും എന്നോട് ഇതുവരെ ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. അബി ഇന്നലെ ഈ വീട്ടിൽ വന്നോള് എന്റെ അടുത്ത് അധികാരം കാണിക്കുന്നത് കണ്ടോ? എന്നെ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കൂന്ന്. നിന്റെ ഭാര്യക്ക് കുറച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്ക്. നിക്കണ്ട സ്ഥാനത്ത് നിക്കാൻ പറയടാ. സ്ഥാനം തെറ്റിച്ചത് ആരാണ് ഇളയമ്മേ? നിങ്ങളോ അതോ അവളോ? അവളാടാ അബി. വലിപ്പച്ചെറു പറയാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയ നിങ്ങളല്ലേ? ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. ഒരിക്കലും ദേഷ്യപ്പെടുത്ത വസു നിങ്ങളോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അവളോട് നിങ്ങൾ ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ട് അവൾ സഹിച്ചു. എത്ര കുറ്റം ചുമത്തിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. അത് മനസ്സിലാക്കി നടക്കാതെ വീണ്ടും അവളെ ദ്രോഹിക്കാൻ ചെന്നാൽ അവളെന്താ മിണ്ടാതിരിക്കണം? മുറിക്കകത്ത് പൂട്ടിയിട്ട് ഉപദ്രവിച്ചാൽ പൂച്ചയാണെങ്കിൽ പോലും തിരിച്ചടിക്കും. അവളൊരു മനുഷ്യ സ്ത്രീയാണ്. ഇത്രയെങ്കിലും അവള് പറയണ്ടേ? അങ്ങനെയാണ് അബി. ഈ ഇളയമ്മേക്കാളും നിനക്കിപ്പോ വലുത് ഭാര്യയാണല്ലേ? അവള് വലുതോ നിങ്ങൾ ചെറുതോ ഒന്നൊന്നുമില്ല. അവളൊരു ശത്രുവായിട്ട് കാണാതെ നിങ്ങളെ സ്വന്തം മകളായിട്ട് കാണും. നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം സ്നേഹം അവൾ നിങ്ങൾക്ക് തരും. അല്ല, ഈ സ്നേഹം കൊടുക്കാൻ നിങ്ങൾക്ക് വേറെ ആരാണുള്ളത്? ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളോട് തന്നെ വഴക്കട്ടെ എങ്ങനെയാണ് തന്നെ? അമ്മയച്ഛന് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ മുതിർന്ന ആളല്ലേ നിങ്ങൾ? വസു പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് സമാധാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറും. നിങ്ങളോടുള്ള ബഹുമാനത്തിന് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്താടി എനിക്ക് പറ്റി അമളി ഓർത്ത് ചിരിക്കാനോടി നീ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ആന്റി? ഇത്രയും പ്രായമുള്ള നിങ്ങള്, എക്സ്പീരിയൻസ്ഡ് ആയ നിങ്ങള്, കൂടാതെ ബുദ്ധിയുള്ള നിങ്ങള് വന്ന് വന്ന് ആ ഉണ്ണിയുടെ വാക്ക് കേട്ട് വെട്ടിലായല്ലോ. വസുവേട്ടത്തെയും ഭാവനേട്ടത്തെയും കൂടി നിങ്ങളെ പറ്റിച്ചു. അവര് ഇത്രയും ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി. എന്തുകൊണ്ടും നല്ല പണിയാ കിട്ടിയത്. നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച് സത്യത്തിൽ ഞാനും പേടിച്ചു. ചിരിക്കാതെടി, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ഞാൻ നിങ്ങൾക്ക് അപ്പോഴേ സൈൻ തന്നതല്ലേ ആന്റി? നിങ്ങളുടെ പുറകിൽ ഉണ്ണി നിൽപ്പുണ്ട്. വസുവേട്ടത്തെ കുറിച്ച് മോശമായി ഒന്നും പറയരുതിപ്പോ. അവൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. നീ എപ്പോഴാടി പറഞ്ഞേ? ഞാൻ സൈൻ കാണിച്ചില്ലായിരുന്നോ? അങ്ങനെ കാണിച്ചില്ലായിരുന്നോ? നിങ്ങളാണെങ്കിലോ കഴുത്തുളിക്കോ തലവേദനിക്കുന്നോ എന്നൊക്കെയാ ചോദിക്കുന്നേ. നിങ്ങളാണെങ്കിലോ ഒന്നും മനസ്സിലാക്കാതെ സംസാരിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഉണ്ണിയുടെ കയ്യിൽ നിന്ന് നല്ല പണിയും കിട്ടി. ഓ, അതുകൊണ്ടാണല്ലേ നീ വസുവിനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടത്? വേറെ എന്ത് ചെയ്യാൻ പറ്റും? വസുവെടുത്തിയുടെ മുമ്പില് നിങ്ങളും ബാഡായി ഞാനും ബാഡായാ ശരിയാവില്ലല്ലോ. ആഹാ, അപ്പോ നീ നിന്റെ സേഫ്റ്റി നോക്കിയല്ലേടി? നിങ്ങളെ സേഫ് ആക്കാന്നാ വിചാരിച്ചേ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എല്ലാരും കൂടി ചേർന്ന് എന്നെ ഭ്രാന്തിയാക്കിയല്ലേ? അവസാനം അഖിലും അവരുടെ കൂടെ ചേർന്നല്ലടി? മൊത്തത്തില് നല്ലൊരു തമാശ എപ്പിസോഡായിരുന്നു. നിങ്ങളുടെ ചെവി അടിച്ചു പോയെന്നും മെന്റൽ ആയെന്നും നിങ്ങൾ പേടിച്ചു പോയല്ലേ? ഇനിയും നീ ചിരിച്ച ഒരെണ്ണം വെച്ചെറിഞ്ഞ ഞാൻ. കുറച്ചു നേരത്തേക്ക് എന്റെ മൈൻഡ് വർക്ക് ചെയ്തില്ല. പോരാത്തേന് നിന്റെ അമ്മാവൻ അമ്മായി എന്നെ വഴക്ക് പറഞ്ഞു. അതിനൊരു മറുപടി കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ, ഒന്നും പറ്റിയിട്ടില്ലെന്ന്. ഇതങ്ങ് വിട്ടേക്ക് ആന്റി. എന്നെ ഇങ്ങനെ പറ്റിച്ചവളെ ഞാൻ എങ്ങനെ വിടും? എങ്ങനെ വിടൂടി? എന്നോട് കളിക്കാൻ വന്നവളെ ഞാനങ്ങനെ വെറുതെ വിടണോ? അവൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. ആവശ്യമില്ലാതെ അവരോട് എന്തിനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന ആന്റി? നീ എന്താ പറയുന്നേ? അപ്പൊ ഞാൻ കേട്ടതൊക്കെ മറക്കണമെന്നാ? അപമാനിക്കപ്പെട്ടത് ഞാനല്ലേ? എന്നെയല്ലേ അവരെ പറ്റിച്ചത്? എന്റെ ദേഷ്യം എങ്ങനെ കുറയാനോ? പിന്നെ ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ നിനക്ക് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഉണ്ണിച്ചക്കന്റെ മുന്നിൽ നീ ഒന്ന് രണ്ട് നല്ല വാക്ക് പറഞ്ഞോന്ന് വെച്ച് വാസു നിന്നെ നല്ല കുട്ടിയായിട്ട് കാണുമെന്ന് സ്വപ്നം കാണുക നീ? നിന്നെ പറ്റി അവക്ക് നന്നായിട്ട് അറിയാടി.
നിന്നെ അവള് ടാർഗറ്റ് ചെയ്യും. നീയും നക്ഷത്രക്കാൽ എണ്ണോടി. ആ അത് ശരിയാ ആന്റി. ഇന്ന് ആന്റിക്ക് സംഭവിച്ചത് നാളെ എനിക്ക് സംഭവിക്കാം. ആ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിന്ന് വസുവേട്ടത്തെയും ഉണ്ണിയും ടാർഗറ്റ് ചെയ്ത് റിവെഞ്ച് ചെയ്യാം. ഒരു നല്ല പ്ലാൻ ആലോചിച്ചു പറഞ്ഞേ. ഞാൻ ഓൾറെഡി ചിന്തിച്ചോണ്ടിരിക്കാടി. എത്രയും വേഗം തന്നെ അടിക്ക് തിരിച്ചടി കൊടുത്തിരിക്കും. ഡൺ ആന്റി. ഓ ഹ. ഏട്ടനെന്താ AC ഇടാതെ ജോലി ചെയ്യുന്ന? ഓ, AC വർക്കാവുന്നില്ല. ഭയങ്കര ബുദ്ധിമതിയാ താൻ. ഫാൻ ഇടണമെന്ന് എനിക്കെന്താ അറിഞ്ഞൂടെ? ഫാൻ ഇട്ടാ പേപ്പർ പറക്കുമെന്ന് വിചാരിച്ചാ ഞാൻ ഇടാത്ത. സോറി ഏട്ടാ. ഇതെന്താ സോറി പറഞ്ഞിട്ടും ദേഷ്യത്തോട് നോക്കുന്ന? ഏട്ടനെന്താ അങ്ങനെ നോക്കുന്നേ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്താന്ന്? തന്റെ ഉള്ളില് ഒരു അന്യനില്ലേ? അന്യനോ? അതാരാ? വൈകുന്നേരം എന്റെ ഇളയനൊക്കെ വാണി കൊടുത്തില്ലേ ആ ആട്. അവന്റെ പേരെന്താ? അവരെവിടെയാ ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളൂ അതോ തോന്നുമ്പോൾ മാത്രമേ വരത്തുള്ളൂ? ഇളയമ്മ എനിക്കും അമ്മയ്ക്കും ഇടയിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാ ഞാൻ. താൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇളയമ്മയോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ട് എങ്ങനെ സംസാരിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അറിയില്ല ഏട്ടാ, ഞാൻ തന്നെ അറിയാതെ സംസാരിച്ച്. അതുകൊണ്ടാ തന്റെ ഉള്ളിൽ ഞാൻ അന്യനുണ്ടെന്ന് പറഞ്ഞത്. പുറത്ത് കൂളായിട്ട് നടക്കുന്ന തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മാസ് പേഴ്സണാലിറ്റി ഉണ്ട്. ആ, താനപ്പോ എന്താ പറഞ്ഞത്? നഴ്സറിയിൽ മണ്ണ് വരുന്ന റഫായ കൈകൾ, അടിച്ചാൽ ചെകിട് നീര് വയ്ക്കും.
അങ്ങനെയല്ലേ? എന്റെ ഇളയമ്മ പേടിച്ച് വിറച്ചുപോയി. ഞാനും ഒന്ന് ഷോക്കായി. ഏട്ടൻ അപ്പോഴേ അവിടെ എത്തിയായിരുന്നോ? അതിനു മുന്നേ എത്തി. താനപ്പോ നല്ലൊരു ഫ്ലോയിലായിരുന്നു. അത് തടസ്സപ്പെടുത്തണമെന്ന് വിചാരിച്ച കണ്ടുകൊണ്ട് മാറിയുന്നത്. പാവം, ഇളമയ്ക്ക് ഒരുപാട് വിഷമായി കാണും. തെറ്റവരുടെ ഭാഗത്തല്ലേ? അപ്പൊ ഈ പണിഷ്മെന്റിന് ഒരു കുഴപ്പമില്ല. ഞാൻ അവരുടെ നിന്ന് എന്തെല്ലാം വഴക്ക് കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുമില്ല. വയസ്സിന്